കാന്താരി തിങ്കളും കലിപ്പൻ പാച്ചവും. രചന മാധുര്യ. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഷിരീജ് പൂനൂർ. തിരുവാതിരയുടെ പാട്ട് സ്പീക്കറിൽ നിന്ന് ഒഴുകി തുടങ്ങിയിട്ടുണ്ട്. വെയിലായി തുടങ്ങിയെങ്കിലും ഗ്രൗണ്ടിന് ഇരുവശവും മരങ്ങളുള്ളതുകൊണ്ട് ഉച്ചവരെ തണലാണ് അവിടെ. ഏറ്റവും ഉള്ളിലെ തിരുവാതിരയുടെ റൗണ്ടിൽ കുട്ടികളാണ്, അതിനു മുന്നിൽ വൃദ്ധർ, ഏറ്റവും അവസാനം മുതിർന്ന സ്ത്രീകളും പെൺകുട്ടികളും തുടങ്ങി എല്ലാവരും ഉണ്ട്. മിഥുവിനെ ചന്തു പാട്ടിനെ അവിടെ തന്നെ പിടിച്ചിരുത്തിയിരിക്കുകയാണ്. ഈ പാട്ടിലെ കുമ്മിയടി തുടങ്ങുമ്പോഴാണ് എല്ലാവരും തെറ്റിക്കുന്നത്. അപ്പൊ പിന്നെ റിപ്പീറ്റേഷൻ അടിക്കേണ്ടി വരില്ലേ? അതുകൊണ്ട് ചെക്കനെ അവിടെ തന്നെ പിടിച്ചിരുത്തി ചാന്ദിനി. പാട്ടിനനുസരിച്ച് എല്ലാവരും കളിച്ചു തുടങ്ങുമ്പോൾ തെറ്റിക്കുന്നവർക്ക് സ്റ്റെപ്പ് പറഞ്ഞു കൊടുത്തും ഇടയ്ക്ക് കൂടെ കളിച്ച് കാണിച്ചു കൊടുത്തും നടന്നാണ് ചാന്ദിനി കളിക്കുന്നത്. അവിടെ ഈ കളി നോക്കിക്കൊണ്ടാണ് ഒരുവൻ ക്ലബിലെ പുറത്തെ തിണ്ണയിലേക്ക് ചാടിക്കയറിയിരുന്നത്. അവനെ കണ്ട് മറുവശം നിന്നിരുന്ന രണ്ടുപേരും കൂടെ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. തുറന്നിട്ട ജനലിലൂടെ അവരെ കണ്ട ആകാശ് പാർത്തിയും തട്ടി. യുവമാരെന്താടാ ഇവിടെ? സൂരജാണ്. ആ ഇരിപ്പ് കണ്ടിട്ടൊരു വശപ്പശകില്ലേ? പ്രണവ് കൂടെ പറയുമ്പോൾ അവർ കളി നിർത്തി. എന്താണോ ഇതായി വയ്യത്? ഇത് തുടങ്ങിയിട്ട് കുറേ ആയോ? ഏയ് ഒരു 10 മിനിറ്റ്. അപ്പൊ ഇന്നെന്താണ് പ്രശ്നം? അതും പറഞ്ഞ് വിജീഷിന്റെ കഴുത്തിലൂടെ കൈയിട്ട് അവനെ നോട്ട അവസാന റോയിൽ കളിക്കുന്നവരിലേക്കാണ്. അവിടെയാണല്ലോ കണ്ണിന് കുളിർമ നൽകുന്ന ആളുകളൊക്കെ ഉള്ളത്. ഓരോരുത്തരിലായി അവരുടെ നോട്ടിങ്ങനെ ഒഴുകി നടക്കുകയാണ്. ആരൊക്കെ ഉണ്ടെങ്കിൽ ഈ ചാന്ദിനി ടീച്ചറുടെ അടുത്ത് ഒരാൾ എത്തില്ല അല്ലേടാ? വിജീഷിന്റെ തോളിൽ പിടിച്ച് പിടിമുറുക്കി ഉദയ് പറയുമ്പോൾ അവൻ മൂളുന്നുണ്ട്. ആ നേരം തന്നെ അകത്തുള്ള ഒരുത്തന്റെ മുഖം ചുട്ടുപഴിക്കുന്ന അവന്റെ കൂട്ടുകാർ മാത്രമേ കണ്ടുള്ളൂ. അടിപൊളി ഫിഗർ, എന്നാ അടിപൊളി ആ ഇടുപ്പു എടുപ്പു, എന്നാ പൊന്നു മോനെ. കെട്ടിയോ നേരത്തെ ചത്തുപോയതല്ലേ? അതാടാ ഒരു ഒട പോലില്ലാതെ കടഞ്ഞെടുത്ത. പറഞ്ഞു പൂർത്തിയാക്കാൻ അവന് കഴിഞ്ഞില്ല. പുറം നോക്കി കിട്ടിയ ചവിട്ടിൽ ഉദയ് മാത്രമല്ല, അവനൊപ്പം ഉണ്ടായിരുന്ന 2 എണ്ണം കൂടെ ഇന്റർലോക്ക് ചെയ്ത മുറ്റത്തേക്ക് തെറിച്ചുപോയി വീണിരുന്നു. മുണ്ടിന്റെ തലപ്പ് കാലുകൊണ്ട് ഒറ്റത്തട്ടിൽ ഉയർത്തിപ്പിടിച്ച് മടക്കി കുത്തി ദേഷ്യം കൊണ്ട് വിറച്ച് പാർത്തി മുറ്റത്തേക്ക് ഇറങ്ങുമ്പോൾ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്ന പാട്ടും വിട്ട് മിഥുൻ കൂടെ സ്റ്റേജിൽ നിന്ന് ഇറങ്ങിയോടി അവനടുത്തേക്ക് പാഞ്ഞെത്തി. യുവമാർ ഇവിടെ ഉണ്ടായിരുന്നോടാ എന്ന പോലെ ഉദയ് വിജീഷിനെയും ശ്യാമിനെയും നോക്കി. ഞങ്ങൾ ശ്രദ്ധിച്ചിരുന്നില്ലടാ എന്ന് അവരും. ഇനിയിപ്പോ അത് ആലോചിച്ചിരുന്നിട്ട് കാര്യമില്ലല്ലോ. ഇത്രയും പെമ്പിള്ളയുടെ മുമ്പിൽ വെച്ച് അവൻ തന്നെ ചവിട്ടി വീഴ്ത്തി. ഉദയുടെ രക്തം തിളച്ചു. ചാടി അവൻ എഴുന്നേൽക്കുമ്പോൾ പാർത്തിയുടെ അടുത്ത ചവിട്ട് അവന്റെ നെഞ്ചിലായിരുന്നു. എഴുന്നേറ്റ് നിന്നവൻ എഴുന്നേൽക്കാൻ ശ്രമിക്കുന്ന അവന്മാർക്ക് മേലെ വീണ്ടും മലർന്നടിച്ച് വീണു. ആർക്ക് നേരെയാണ് നിന്റെ നാവും കണ്ണും പൊങ്ങിയത്? പറച്ചിലും നിലത്ത് കിടക്കുന്നവരെ കോളിൽ പിടിച്ചു വലിച്ച് എഴുന്നേൽപ്പിക്കുമ്പോൾ ഉദയ അവനെ ശക്തിയിൽ പിന്നിലേക്ക് തള്ളി. അഴിഞ്ഞാടി നടക്കുന്നവരെ നാട്ടുകാർ നോക്കിയെന്നിരിക്കും, പലതും പറഞ്ഞെന്നിരിക്കും. നിന്റെ തള്ള ഇല്ല. വീണ്ടും അവൻ പൂർത്തിയാക്കിയില്ല. കവിളടച്ച് കിട്ടിയ അടിയിൽ ഉദയ് നിലവിളിക്കുമ്പോൾ തിരുവാതിര കളിക്കുന്നവരെല്ലാം ശബ്ദം കേട്ട് അതങ്ങ് നിർത്തി പെട്ടെന്ന് തിരിഞ്ഞു നോക്കി. ഇപ്പോഴാണ് പാട്ടിനിടയിൽ തല്ലിന്റെ ശബ്ദം അവർ കേട്ടത്. അപ്പോഴേക്കും പാട്ടിൽ കുമ്മിയടിയും തുടങ്ങിക്കഴിഞ്ഞു. കുമ്മി നല്ലോണം തന്നെ അടിക്കുന്നുണ്ട്, പക്ഷെ കളിക്കുന്ന പാർത്തിയാണെന്ന് മാത്രം. അത് ഉദയുടെ നെഞ്ചത്ത്. വിജീഷും ശ്യാമും പാർത്തിയുടെ നേർക്ക് വരുമ്പോൾ മിഥുനും പ്രണവും ആകാശും സൂരജും അവർ നിലത്തേക്ക് വലിച്ചിട്ടാണ് തൊഴിക്കുന്നത്. വിളിക്കടാ, ധൈര്യം ഉണ്ടെങ്കിൽ എന്റെ അമ്മയെ ഒന്നുകൂടി വിളിക്കടാ പുന്നാര മോനെ. അവന്റെ കൈ രണ്ടും പിടിച്ചു മടക്കി മുട്ടുകാൽ പാർത്തി നെഞ്ചിലേക്ക് മടക്കി അടിച്ചതും പാച്ചു എന്നൊരു വിളിയോടെ പാഞ്ഞു വന്ന ചാന്ദിനി അവന്റെ തോളിൽ പിടിച്ച ശക്തിയിൽ പിന്നോട്ട് വലിച്ചു. അമ്മയെ തട്ടിമാറ്റി കാൽ കീഴിൽ വീണവനെ ചുവന്ന മുഖത്തോടെ കഴുത്തിലും കയ്യിലും തെളിഞ്ഞിൽക്കുന്ന ഞരമ്പോടെ ചവിട്ടി കൂട്ടുകയാണ് പാർത്തി. അവന്റെ തട്ടിൽ പിന്നോട്ട് ആഞ്ഞുപോയ ചാന്ദിനി വീഴാതെ പിന്നെയും പാച്ചു എന്ന് വിളിച്ച് ചെക്കന്റെ കയ്യിൽ പിടിച്ചു വലിക്കുമ്പോൾ ഉദയുടെ മേലെന്ന് അവന്റെ കാലകന്നു. മാറിക്ക് ചന്തു! ശക്തിയിൽ കൈ കുടഞ്ഞ് അമ്മയ്ക്ക് നേരെ വിരൽ ചൂണ്ടി അവൻ അലറുമ്പോൾ ചാന്ദിനി അവന്റെ ആ രൂപം കണ്ട് പേടിച്ച് 2 അടി നീങ്ങിപ്പോയി. അപ്പോഴേക്ക് ഉദയ അവന്റെ കാൽ കീഴിൽ നിന്ന് എഴുന്നേറ്റ് ഓടിക്കഴിഞ്ഞിരുന്നു. പാർത്തി! പ്രണവിനെ നീട്ടി വിളി. തിരിഞ്ഞു നോക്കിയവൻ പാഞ്ഞോടുന്ന ഉദയനെ കണ്ട് അവന്റെ പുറകെ പാഞ്ഞു. ആദ്യത്തെ ആ പകപ്പ് മാറി തലയിൽ കൈവച്ച് ചാന്ദിനി ഓടി അവർക്ക് പിറകെ, കൂടെ അവന്റെ കൂട്ടുകാരും. അമ്പലത്തിനടുത്ത ബസ് സ്റ്റോപ്പിനടുത്തേക്കാണ് ഉദയ് നിലതെറ്റി ഓടിയത്. പിന്നാലെ വന്ന പാർത്തി അഴിഞ്ഞ മുണ്ടുമുറുക്കി ചാടിയവനെ പിന്നിൽ നിന്ന് ചവിട്ടി തെറിപ്പിക്കുമ്പോൾ സ്റ്റോപ്പിൽ വന്നെത്തിയ ബസ്സിലാണ് അവന്റെ മുഖം ചെന്ന് ഇടിച്ചത്. അവിടുന്ന് ഊർന്ന് നിലത്തേക്ക് അവൻ വീഴുമ്പോൾ ബസ്സിൽ നിന്ന് ഇറങ്ങിയവൾ തിരിച്ചൊരു പടി മുകളിലേക്ക് തന്നെ കയറിപ്പോയി. ആ നിമിഷം തന്നെ ഓടി വന്ന പാർത്തി താഴെ കിടക്കുന്നവനെ വലിച്ചെഴുന്നേൽപ്പിച്ച് മൂക്കിനിട്ട് പഞ്ച് ചെയ്യുമ്പോൾ അവളുടെ കടുങ്കാപ്പി കണ്ണുകൾ അവനിൽ ഒരു വേള തറഞ്ഞു. 1 സെക്കൻഡ് പോലും അവിടെ ഉറച്ചു നിൽക്കാതെ ആ നോട്ടം പിൻവലിച്ചവൾ ബസ്സിൽ നിന്ന് ഇറങ്ങിയതും ഉദയുടെ തളലിൽ ചെരിഞ്ഞവൻ അടിതെറ്റി അവൾക്ക് മേലെ വീണതേ നിമിഷ നേരം കൊണ്ട് 2 പേരും നിലംപതിച്ച് കഴിഞ്ഞിരുന്നു. റോഡിൽ 2 കൈയും കുത്തി ബാലൻസ് ചെയ്ത് നിന്ന പാർത്തി താഴെ കിടക്കുന്നവളിൽ മുട്ടാതെ പൊങ്ങി നിൽക്കുകയാണ്. വീഴ്ചയുടെ ഊക്കിൽ കണ്ണ് 2 ഇറുക്കി അടച്ചവൾ അവന് കീഴെ ഒരു 3 സെക്കൻഡ് ശ്വാസം എടുക്കാൻ മറന്ന് കിടന്നു. ആ നേരം തന്നെ അവന്റെ നോട്ടവും സംശയത്തോടെ അവളിലേക്ക് എത്തിയിട്ടുണ്ട്. അടുത്ത നിമിഷം നിങ്ങൾ കണ്ണു തുറന്നു. അവളുടെ കടുങ്കാപ്പി മിഴികളിൽ കത്തുന്ന ഒരു നോട്ടം. ഇത് താൻ എവിടെയോ എന്നവന് ഓർക്കാൻ സമയം കിട്ടിയില്ല. അതിനു മുന്നേ തനിക്ക് മീതെ കിടക്കുന്നവനെ ഒരൊറ്റ തള്ളായിരുന്നു തിങ്കൾ. അവളുടെ ആ തള്ളിന്റെ ശക്തിയിലാണോ അതോ അവന്റെ കിളി പോയ കിടപ്പിലാണോ എന്നറിയില്ല. ചെക്കൻ മലന്നടിച്ച് റോഡിൽ വീണതും
ചാടിയെഴുന്നേറ്റവൾ കയ്യിലെയും ദേഹത്തെയും പൊടിയും തട്ടി താഴെ കിടന്നിരുന്ന തന്റെ ബാഗ് എടുത്ത് തിരിഞ്ഞങ്ങ് പോയി. പോകുന്ന പോക്കിൽ അവൾ അവനൊരു പ്രാവശ്യം കൂടെ തിരിഞ്ഞു നോക്കി. ശൗര്യം നിറഞ്ഞവളുടെ കണ്ണുകളുമായി പിന്നെയും അവന്റെ നോട്ടം ഒന്ന് കുരുത്തു. ഒരു സെക്കൻഡ് പോലും ദൈർഘ്യമില്ലാത്ത നോട്ടം. ആ നിമിഷം തന്നെ അവിടെ കൂടിയിരുന്ന പലരും അവളെ തിരിച്ചറിഞ്ഞും കഴിഞ്ഞിട്ടുണ്ട്. ഇല്ലിച്ചോട്ടിലെ മരിച്ചുപോയ കൃഷ്ണന്റെ മകൾ, അമ്മയുടെ രഹസ്യക്കാരനെ കൊന്ന് ജയിലിൽ പോയവൾ. 2017-18 കാലഘട്ടത്തിൽ ഈ ചെറുവത്തേരി എന്ന കൊച്ചു ഗ്രാമം ന്യൂസ് ചാനലുകളിൽ നിറഞ്ഞാടാൻ കാരണമായവൾ. ശിക്ഷ കഴിഞ്ഞാണോ അവിടെ? എത്ര വർഷമായിരുന്നു അവൾക്ക് കോടതി ശിക്ഷ വിധിച്ചിരുന്നു? പലരും പിറുപിറുക്കുമ്പോൾ തന്നെ അവർക്ക് മുമ്പിൽ നിന്ന് തിങ്കൾ പൂർണ്ണമായും മറഞ്ഞു കഴിഞ്ഞു. അടുത്ത നിമിഷം തന്നെ കൂടിയുന്നവരുടെ ശ്രദ്ധ പിന്നെയും പാർത്തിയുടെ നേർക്കായി. തിങ്കൾ പോയ വഴി ഒരു നിമിഷം നോക്കിയെന്നവനെ ഉദയ് ചവിട്ടിയിടാൻ നോക്കിയതാണ്. ആ കാലിൽ പിടിച്ചതിന് അവനെ പാർത്തി തിരിച്ചു മടക്കി താഴേക്കിടുമ്പോൾ പിന്നെയും ഉയർന്നു അവന്റെ അലർച്ചയവിടെ. നിമിഷ നേരത്തിനുള്ളിൽ ഒരു പോലീസ് ജീപ്പ് ഇരമ്പിലോട് അവർക്ക് മുമ്പിലോ നിൽക്കുമ്പോഴും പാർത്തി അവനെ ചവിട്ടി കൂട്ടുകയാണ്. നിർത്താൻ! അതിൽ നിന്നിറങ്ങിയാൽ പാർത്തിയുടെ കയ്യിൽ നിന്ന് ഉദയെ വലിച്ചു മാറ്റി ശബ്ദമുയർത്തുന്ന നേരം ഷർട്ടിന്റെ കയ്യിൽ മുഖമാമർത്തി തുടച്ചവൻ അയാളുടെ കയ്യിൽ ഒതുങ്ങിക്ക് ആ പിന്നിലേക്ക് മാറി നിന്നു. അവന്റെ കൂടെ ഉണ്ടായിരുന്ന എല്ലാവരും ജീപ്പ് വന്ന് അവിടെ നിന്നപ്പോൾ തന്നെ അടി നിർത്തി അനങ്ങാതെ നിൽപ്പുണ്ട്. ഓടിക്കിതച്ചു വന്ന ചാന്ദിനിയും പാർത്തിക്ക് പുറകിലായി വന്ന് കിതച്ച് നിൽക്കുന്നുണ്ട്. ഇത് തന്നെയാണോ എന്നു നിന്റെ പണി? പാർത്തിയോട് കയ്യും മരത്തിയുള്ള ചോദ്യത്തിലൊന്നും മിണ്ടിയില്ല അവൻ. പക്ഷെ കലിയടങ്ങാതെ അവന്റെ നോട്ടം ഇപ്പോഴും ഉദയിക്ക് നേരെ തന്നെയാണ്. എന്ത് പരിപാടി ഉണ്ടായാലും നിനക്കൊന്നും അടിയുണ്ടാകാതെ പറ്റില്ല അല്ലേടാ? അവനടുത്ത് നിലനിൽക്കുന്നവർക്ക് നേരെയാണ് ആ ചോദ്യം. പരിപാടി അടുത്തയാഴ്ച എങ്കിൽ മീതിന് മുന്നോട്ട് വന്ന് പറയുമ്പോൾ, ഓ അപ്പൊ ഇതിന്റെ ബാക്കി ഇനി അടുത്തയാഴ്ച കാണാന്ന് അയാൾ അവനെ ഉഴപ്പിച്ചൊന്ന് നോക്കി. അങ്ങനെയൊന്നുമില്ല. പിരിവിരുത്തുകൊണ്ട് മീതു സൂരജിന്റെ പുറകിലേക്ക് തന്നെ പതുങ്ങിയതേ വല്ല കാര്യം ഉണ്ടായിരുന്നടാ എന്ന പോലെ അവരും. ഇതിന്റെ ബാക്കി ഇനി ഉണ്ടാവണമെങ്കിൽ ഈ തെണ്ടിയോട് അവനെ നാവടക്കി വെക്കാൻ പറഞ്ഞേക്കങ്കിൾ. അടുത്ത നിമിഷം അത്രയും കനത്ത പാർട്ടിയുടെ സ്വരം അവിടെ വരുമ്പോൾ, നീ എത്ര തല്ലിയാലും ഞാൻ നന്നാവില്ലടാ എന്നൊരു പുച്ഛത്തോടെ ചുണ്ടിലെ ചോര തുപ്പിക്കളഞ്ഞ് ജീപ്പിൽ ചാരി നിൽക്കുന്നുണ്ട് ഉദയ്. സുരേന്ദ്രൻ കേട്ട് എന്താണ് അവിടെ ശരിക്കുണ്ടായതെന്നറിയാൻ നിൽക്കുമ്പോൾ പ്രണവ് ഓടിക്കതച്ച് അങ്ങോട്ട് വരുന്നുണ്ട്. സ്ഥലം മിസ് ഈ നിൽക്കുന്ന സുരേന്ദ്രന്റെ മകനാണ് പ്രണവ്. എവിടെയായിരുന്നടാ നീ? അയാളുടെ കടുപ്പിച്ചുള്ള ചോദ്യം. ഞാൻ ആ പാട്ടൊന്ന് ഓഫ് ചെയ്യാൻ പോയത് അച്ഛാ എന്ന് വിനയത്തോടെ പറഞ്ഞവൻ. അയ്യടാ, അവൻ്റെ ഒരു പാട്ട്! അച്ഛന്റെ ജീപ്പിന് ഓണടി കേട്ടെ തല്ലി നിർത്തി തിരിഞ്ഞോടിയവനെ കൂട്ടുകാരൊന്ന് ചെറിഞ്ഞു നോക്കി. അവനൊന്ന് ഇളിച്ച് കാണിക്കുമ്പോൾ സുരേന്ദ്രൻ അവനോട് കാര്യം ചോദിക്കുന്നുണ്ട്. വള്ളി തെറ്റാതെ ചന്തു ആന്റിയെ കമന്റ് അടിച്ച കാര്യം അവനങ്ങ് പറഞ്ഞു കൊടുത്ത് കഴിഞ്ഞില്ല. മാറിക്കട അങ്ങോട്ട്! ആൾ കൂടെ തള്ളി മാറ്റിയ ഒരാൾ അങ്ങോട്ട് കയറി വന്നു. പ്രദീപൻ ഈ വാർഡിലെ മെമ്പറാണ്. സർവോപരി ഈ നാട്ടുകാർക്ക് ഇലക്ഷനെ തെറ്റിപ്പോയൊരു വലിയ തെറ്റ്. ആ തെറ്റിന്റെ ഒരേ ഒരു മകനാണ് ചോരയൊലിപ്പിച്ച് പാർട്ടിയുടെ ഇടിയും കൊണ്ട് ഒടിഞ്ഞു നുറുങ്ങി ആ ജീപ്പിൽ ചാരി നിൽക്കുന്നത്. അവനൊപ്പം തന്നെ വിജീഷും ശ്യാമും ഇഴഞ്ഞ് തപ്പിപ്പിടിച്ച് ജീപ്പിനടുത്തേക്ക് വന്ന് എഴുന്നേറ്റ് നിൽപ്പുണ്ട്. എന്താ സുരേന്ദ്ര സാറേ ഇതൊക്കെ? എന്റെ മോനെ ഈ ചെറുക്കൻ അടിച്ചു കൊള്ളാറാക്കിയിട്ട് നിങ്ങളിവിടെ കഥയും പറഞ്ഞു നിൽപ്പാണോ? അറസ്റ്റ് ചെയ്യ സാറേ അവനെ. ഇനി പരാതി എഴുത്തന്നാൽ അറസ്റ്റ് ചെയ്യാൻ പറ്റൂന്നുണ്ടെങ്കിൽ ഞാൻ സ്റ്റേഷനിൽ വന്ന് എഴുത്തന്നേക്കാം. പ്രദീപൻ നിന്ന് കത്തിക്കയറുകയാണ്. അച്ഛാ! ഉദയ ആവശ്യതയിലും അയാൾ നീട്ടി വിളിക്കുന്നുണ്ട്. കേസൊന്നും വേണ്ടെന്ന് പറയാനാണ്. പിന്നെ അല്ല, പാർട്ടി തന്നെ തല്ലി സാധിച്ചു എന്ന് പറഞ്ഞ് അവനെതിരെ കേസ് കൊടുത്താൽ ഈ തല്ലി കിട്ടിയതിന്റെ നാണക്കേടിനൊപ്പം ഇതും കൂടെ കൂടും. അവൻ വലിയ ഹീറോയും താൻ സീറോയും. തള്ളിയിട്ട് പഴുത്തിരുന്നാലും പത്തിയെഴുത്താൻ ഇപ്പോഴും മനസ്സിലവന്. മിണ്ടാ നിന്നോടെ! ഉദയുടെ വിളിയിൽ പ്രദീപൻ അവനെ ശാസനയോടെ നോക്കി. ഡാ പ്രദീപ, നിന്റെ മോനെ അമ്പലപ്പറമ്പിൽ ചാന്ദിനി ടീച്ചറുടെ മോനെ എടുത്തിട്ട് അടിക്കുന്നു എന്നാരോ പറഞ്ഞറിഞ്ഞ് പാഞ്ഞെത്തിയതാണ് അയാൾ. അതിപ്പോൾ സ്വന്തം മോൻ ആ ചെറുക്കന്റെ കയ്യിൽ നിന്ന് തള്ളിയിട്ടുന്നതെന്ന് കേട്ടുകൊണ്ട് മാത്രമല്ല, ചാന്ദിനി ടീച്ചറുടെ മോന്റെ കയ്യിൽ നിന്നല്ലേ കിട്ടുന്നത്. അന്നൊരിക്കലും ഒരു ആവശ്യത്തിന് അവരുടെ വീട്ടിലേക്കൊന്ന് പോകേണ്ടി വന്നു. ടീച്ചറുടെ സൗന്ദര്യത്തിൽ മതിമറന്ന് നോക്കിയെന്ന് എന്ത് സഹായത്തിനും വിളിച്ചോ ടീച്ചർ ഒന്ന് സഹകരിച്ചാൽ മതി എന്നൊന്ന് പറഞ്ഞതിന്റെ ഓർമ്മ അയാളുടെ കവിളിൽ 5 വിരലായാണ് കിട്ടിയത്. കൂടെ ഇനി ഇവിടെ കയറിയാൽ ചൂലായിരിക്കും മറുപടി എന്ന് ചാന്ദിനി പറഞ്ഞപ്പോൾ അവരോട് തോന്നിയ ദേഷ്യം. പക്ഷെ അമ്മയെ പൊതിഞ്ഞു പിടിച്ച് നിൽക്കുന്ന ആ മകനെ മറികടന്ന് അവരെ ഒന്നും ചെയ്യാൻ പറ്റില്ലെന്ന് അയാൾക്കറിയാം. അവർ ഈ നാട്ടിൽ വന്നിട്ട് 5-6 വർഷങ്ങളെ ആയിട്ടുള്ളൂ എങ്കിലും ആ അമ്മയും മകനെയും കുറിച്ച് അറിയാത്തവർ ഈ നാട്ടിൽ ആരുമില്ല. എന്നാൽ ഇന്നൊരു അടിപിടി കേസ് പാർട്ടിയുടെ പേരിൽ വന്നാൽ ആ ചെറുക്കിനങ്ങ് മാറ്റാലോ. അങ്ങനെ ഒരു ചിന്തയിൽ തന്നെയാണ് അയാൾ ഓടി വന്ന് കേസും പരാതി എന്നൊക്കെ വച്ചെടുക്കുന്നത്. അതെ സുരേന്ദ്ര, താൻ പറയും പോലെ കേസെടുക്കാൻ ഞാൻ തന്റെ കയ്യിൽ നിന്നോ നല്ലൊരു ശമ്പളം വാങ്ങുന്നേ. 2 പേരുടെ ഭാഗത്ത് ഇവിടെ പ്രശ്നമുണ്ട്. എന്തെങ്കിലും ആക്ഷൻ എടുത്താൽ കൂടുതൽ പ്രശ്നം തന്റെ മകനാ. ഈ നിൽക്കുന്ന തന്റെ മകൻ ഉദയ് പാർത്ഥിവിന്റെ അമ്മയെ മോശമായ രീതിയിൽ കമന്റ് അടിച്ചു എന്നുള്ളതാണ് കേസ്. സ്ത്രീകൾക്ക് നേരെയുള്ള മോശമായ നോട്ടമായാലും വാക്കായാലും പ്രവൃത്തിയായാലും IPC സെക്ഷൻ 509 പ്രകാരം 1.5 വർഷം വരെ തടവ്, അതിന്റെ കൂടെ പിഴയും കിട്ടാനുള്ള കുറ്റകൃത്യ. ചാന്ദിനി ഒരു പരാതി എഴുതി തന്ന ഇതിനേക്കാൾ അതായിരിക്കും സ്ട്രോങ്. എന്താ ടീച്ചറെ, എഴുതി തന്നൂടെ? സുരേന്ദ്രൻ ചോദിക്കുമ്പോൾ തീർച്ചയായും ഞാൻ എഴുത്തരുമെന്ന് പറഞ്ഞ ചാന്ദിനി മുന്നോട്ട് വന്നു. അവന്റെ അമ്മയുടെ പ്രായമുള്ള എന്നെ പറ്റി ഇങ്ങനെ എന്തെങ്കിലും അവൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലുള്ള അവന് കിട്ടിയേ പറ്റൂ. അന്തസ്സുള്ള ഒരു അച്ഛൻ എന്റെ മോൻ പിറന്നോണ്ടാ അതിന് ഗുണം കാണിച്ച് അവന്റെ അമ്മയെ പറഞ്ഞതിനോ പ്രതികരിച്ച്
ഇവിടെ ഇവൻ ചിലപ്പോൾ സ്വന്തം അമ്മയെ കമന്റ് അടിക്കില്ലെന്ന് ആർക്കും ഉറപ്പ് പറയാൻ കഴിയും. ഉള്ളിലോടുന്ന രക്തത്തിന്റെ ഗുണം അവനും കാണിക്കാതിരിക്കോ? ചാന്ദ്രി ഒന്ന് പറഞ്ഞു നിർത്തുമ്പോൾ അത് കേട്ട് പലരും ഒന്ന് ഞെട്ടി. ഉദയ ഉള്ളിൽ വല്ലാത്തൊരു നീറ്റിലോടെ ചാന്ദ്രിയെ നോക്കി തലകുനിച്ച് കളഞ്ഞു. അമ്മയെ പറഞ്ഞപ്പോഴുള്ള കുരുക്കാണത്. അവന്റെ അമ്മ മിനിയും ഈ തിരുവാതിരക്കുള്ളതാണ്. പക്ഷെ ഇന്ന് വന്നില്ലെന്ന് മാത്രം. പ്രദീപൻ മെമ്പർ അവിടെ നിന്നിൽപ്പിൽ പരുങ്ങുന്നുണ്ട്. പാർട്ടിയുടെ നെറ്റിയൊന്ന് ചുളിഞ്ഞു. കാരണം മെമ്പർ വീട്ടിൽ വന്നുണ്ടായ കാര്യം ചാന്ദ്രി അവനോട് പറഞ്ഞിട്ടില്ല. അപ്പൊ എങ്ങനെയാ മെമ്പറെ, പരാതി കൊടുക്കല്ലേ? ആ ചോദ്യത്തിൽ എനിക്കിപ്പോൾ പരാതിയൊന്നുമില്ലെന്ന് പറഞ്ഞ് അയാൾ പെട്ടെന്ന് തിരിഞ്ഞങ്ങ് നടന്നു പോയതും തല്ലുകൊണ്ട് ചതഞ്ഞവരെ സുരേന്ദ്രൻ കൈകാട്ടി വിളിച്ചു. ജീപ്പിനടുത്ത് നരങ്ങാൻ വയ്യെന്ന് അവരിൽ ഒരാൾ വിളിച്ചു പോയി. ടീച്ചർ വാ. സുരേന്ദ്രൻ വിളിച്ചവും ചാന്ദിനി ആൾക്കൊപ്പം ജീപ്പിനടുത്തേക്ക് നടന്നു. ഒരു സൂര്യങ്ങ് പറഞ്ഞേക്ക്, അതോടെ കാര്യം ഇവിടെ കഴിയും. കുറെ തല്ലി കിട്ടിയതല്ലേ, അതല്ല ഇനി കേസ് വേണമെങ്കിൽ. സുരേന്ദ്രൻ പറഞ്ഞ് പൂർത്തിയാക്കേണ്ടി വന്നില്ല. ശ്യാമു വിജീഷ് സോറി പറഞ്ഞു കഴിഞ്ഞു. ഉദയ് തലയുയർത്തി ചാന്ദിനിയെ നോക്കി. ഇത്രയും തല്ലി പദം വന്ന് ചോരൊലിപ്പിച്ചെന്നവന്റെ കണ്ണിപ്പൊളൊന്ന് കലങ്ങിയിട്ടുണ്ട്. മുഖമുയർത്തി അവൻ സോറി ആന്റി എന്ന് ഇടറിയ സ്വരത്തിൽ പറയുന്നേരം ചാന്ദിനി ഒന്ന് മൂളുക മാത്രമേ ചെയ്തുള്ളൂ. അത് അവന്റെ ആ സോറിയിൽ ആത്മാർത്ഥയുണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് മാത്രം. ഉദയും ശ്യാമും വിജീഷുമെല്ലാം ഒടിഞ്ഞു തൂങ്ങിയ ദേഹവും താങ്ങി പിടിച്ച് ഒരു ഓട്ടോയിലാണ് ആശുപത്രിയിലേക്ക് വിട്ടത്. അവന്റെ അച്ഛനേക്ക് എപ്പോഴോ പോയതുകൊണ്ട് സുരേന്ദ്രൻ തന്നെയാണ് ഓട്ടോ വിളിച്ചു കൊടുത്തത്. പോലീസുകാരായി പോയില്ലേ? ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുത്തല്ലേ പറ്റൂ. അവരങ്ങ് പോയി കഴിഞ്ഞതും സുരേന്ദ്രൻ പാർട്ടിക്ക് നേരെ തിരിഞ്ഞു. നിന്റെ സാഹചര്യം മനസ്സിലാക്കാതെയല്ല, എന്നാലും എടുത്തിയാടി കാണിക്കുന്ന ദേഷ്യം കുറച്ചേ പറ്റൂ. അമ്മയെ പറഞ്ഞതിന് 3-4 അടിയൊക്കെ ഓക്കെ. പക്ഷെ ഇങ്ങനെ പട്ടിയെ പോലെ പിന്നാലെ ഓടിച്ചിട്ട് തല്ലിച്ചതക്കുമ്പോൾ അവൻ എന്തെങ്കിലും പറ്റിപ്പോയ ആര് സമാധാനം പറയും? ഇവരോട് മാത്രമല്ല, നിങ്ങളോടും കൂടിയാ പറഞ്ഞ്. കൂട്ടുകാരനെ പിടിച്ചു മാറ്റാൻ നോക്കുന്നതിന് പകരം അവന്റെ കൂടെ തല്ലാൻ കൂടിയിരിക്കുന്നവര് ഒരെണ്ണത്തിനെങ്കിലും കുറച്ച് ബോധം വേണ്ടേ? സുരേന്ദ്രൻ കടുപ്പത്തിൽ തന്നെ പറഞ്ഞു നിർത്തുമ്പോൾ എല്ലാം തലവിനിച്ചു. നിങ്ങൾ ഇങ്ങനെ എല്ലാം തല്ലി തീർക്കാൻ തുടങ്ങിയാൽ ഞങ്ങളൊക്കെ പിന്നെ എന്തിനാ ഇവിടെ? ഇനി ഇതുപോലെ വീണ്ടും ഉണ്ടായ എന്റെ പെരുമാറ്റം ഇങ്ങനെ ആയിരിക്കില്ല. അതിപ്പോ ഇവനായാലും ശരി, എന്റെ മോനടക്കം നിങ്ങൾ ആരായാലും ശരി. നല്ലൊരു താക്കീത് കൊടുത്ത ചാന്ദ്രിയോടും തലയാട്ടിക്കൊണ്ടാണ് അയാൾ തിരിച്ച് ജീപ്പിലേക്ക് കയറിയത്. താക്കീത് കിട്ടിയതും എല്ലാം അനുസരിക്കുന്ന പോലെ തലയാട്ടുന്നുണ്ട്. അത് എത്ര നാളത്തേക്കാണെന്ന് അവർക്ക് തന്നെ അറിയില്ല. പാർട്ടിയുടെ അച്ഛൻ ഗണേശന്റെ പണ്ടേയുള്ള കൂട്ടുകാരനാണ് സുരേന്ദ്രൻ. അവർ ഈ നാട്ടിലേക്ക് വരുമ്പോൾ എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുത്ത സുരേന്ദ്രൻ തന്നെയാണ്. അതുകൊണ്ട് സ്വന്തം മോനോടെന്ന പോലുള്ള സ്നേഹവും വാത്സല്യവും അയാൾക്ക് അവനോടുണ്ട് എന്ന് കരുതി മകന്റെ മറ്റു കൂട്ടുകാരോടും ആൾ മോശമായി പെരുമാറാറുമില്ല. പേടിപ്പിച്ചൊക്കെ നിർത്തുമെങ്കിലും അവരോടും സ്നേഹം തന്നെയാണ്. തിരിച്ച് അവർക്കും അതെ, അയാളോട് ബഹുമാനം കലർന്നൊരു ഇഷ്ടം. സുരേന്ദ്രന്റെ ജീപ്പ് അങ്ങ് പോയതും പാർട്ടി ഒഴികെ ബാക്കിയുള്ളവരെല്ലാം നീട്ടിയൊന്ന് വിശ്വസിച്ചു. തിരുവാതിക്കാരെല്ലാം ഇപ്പോൾ അവർക്ക് ചുറ്റും കൂടി നിൽക്കുകയാണ്. ഇനി എന്തായാലും തിരുവാതിര പ്രാക്ടീസ് വൈകുന്നേരം നാട്ടികലാ വിദ്യാലയത്തിൽ വെച്ച് ചെയ്യാമെന്ന് പറഞ്ഞ് ചാന്ദിനി അവരെല്ലാം എത്തേണ്ട സമയം പറഞ്ഞു കൊടുത്ത് പിരിച്ചുവിട്ടു. എന്നാലും ടീച്ചറുടെ ശിഷ്യകളായ കുറച്ച് പെൺകുട്ടികൾ മാത്രം അവിടെ ഇവിടെയൊക്കെ തമ്പടിച്ച് വെറുതെ നിൽക്കുന്നുണ്ട്. അതിൽ പലരുടെയും നോട്ടം പാർട്ടിയിലേക്ക് തന്നെയാണ്. അവനിപ്പോൾ കൂട്ടുകാരുടെ അടുത്തേക്ക് ചെന്ന് എന്തൊക്കെയോ സംസാരത്തിലാണ്. വർത്തമാനത്തിനിടയിൽ തന്നെ അലങ്കോലമായ മുടി നെറ്റിയിൽ നിന്ന് പിന്നിലേക്ക് മാടിയൊതുക്കി വെച്ച് ചുവന്ന വെയിലിൽ വെട്ടിത്തിളങ്ങുന്ന മുഖം അവൻ അമർത്തി തുടച്ചു. മുകളിലെ 2 ബട്ടൺ തുറന്നിട്ട് അത്രയും വിയർത്ത ശരീരത്തോട് ഒട്ടിച്ചേർന്ന പോയ ഷർട്ട് മുന്നിലേക്ക് വലിച്ച് ഉള്ളിലേക്ക് ഊതുന്നവനെ പെൺപിള്ളേർ കുളിർമയോടെ നോക്കിപ്പോയി. അവന് കൂട്ടുകാരൻ 4 പേരെയും കാണാൻ കൊള്ളാം. ആരും മോശമൊന്നും പറയില്ല. പക്ഷെ പാർട്ടി ഉണ്ടെങ്കിൽ അവനോട് ആകർഷണം ഇപ്പോൾ അവരില്ലെന്നല്ല, ആ നാട്ടിൽ തന്നെ മറ്റൊരു ചെറുപ്പക്കാരനുമില്ല. കൂട്ടത്തിൽ ഈ തല്ലും പിടിയും അത് കൂടുതൽ സ്വന്തം അമ്മയ്ക്ക് വേണ്ടിയാവുമ്പോൾ പെൺപിള്ളയുടെ മനസ്സിൽ ആരാധനാപാത്രമാവാൻ എന്താണ് ഇത്ര ബുദ്ധിമുട്ട്? പിന്നെ അവരുടെ പ്രിയപ്പെട്ട അതിസുന്ദരിയായ ചാന്ദ്രി ടീച്ചറുടെ മോനും. പാച്ചു ക്ലബിലേക്ക് പോകുന്ന നേരം അമ്മ വിളിക്കുമ്പോൾ കൂട്ടുകാരോട് പറഞ്ഞവൻ അവർക്ക് പിന്നാലെ ചെന്നു. പേഴ്സും പ്രസാദവും ക്ലബിനുള്ളിൽ ഇരിക്കുകയാണല്ലോ. അതും എടുത്ത് വാതിലും പൂട്ടി താക്കോലപ്പുറത്ത് ദാമയുടെ കടയിലേൽപ്പിച്ച ചാന്ദ്രി തന്നെയാണ്. പാർട്ടി എല്ലാം കണ്ട് അലസമായി ഫോണിൽ നോക്കി ആ ക്ലബിന്റെ തിണ്ണയിൽ ചാരി നിൽപ്പുണ്ട്. അങ്ങോട്ട് നടക്കടാ. തോളിൽ കിട്ടിയാടി അമ്മയൊന്ന് കണ്ണു കുറിപ്പിച്ച് നോക്കിയവൻ ബൈക്ക് എടുക്കാൻ നടന്നു. ചാന്ദിനി അതിനേക്കാൾ വലിയ നോക്കി പേടിപ്പിക്കൽ. വേണമെങ്കിൽ വന്ന് കയറ്, അല്ലെങ്കിൽ ഞാൻ എന്റെ പാട്ടിന് പോകും. ബൈക്ക് സ്റ്റാർട്ടാക്കിയിട്ടും കയറാൻ നിൽക്കുന്ന അമ്മയെ നോക്കിയാണ് അവന്റെ പറച്ചിൽ. എന്നാ നീ പോടാ, എനിക്കറിയാം നടന്നു വരാൻ. ചാന്ദിനിയും വിട്ടുകൊടുത്തില്ല. ദേ ചന്തു, എനിക്ക് ദേഷ്യം വരുന്നുണ്ടേ. നിനക്ക് എപ്പോഴാണ് ദേഷ്യം വരാത്തേ? ആരൊന്നും പറഞ്ഞില്ല. പിണങ്ങി നിൽക്കുന്ന അമ്മയെ നോക്കി ശ്വാസം ഒന്ന് വലിച്ചുവിട്ടു പാർത്തി. വന്ന് കയറമ്മ, എന്റെ ക്ഷമ ഇങ്ങനെ പരീക്ഷിക്കല്ലേ. ഈ പ്രാവശ്യം ചാന്ദിനി വന്ന് കയറി. ഇനി ഇങ്ങനെ നിന്നാൽ ശരിയാവില്ലെന്ന് അവർക്കറിയാം. അവൻ കൊണ്ടുപോയില്ല തന്നെ, നടന്ന് തന്നെ വീട്ടിലേക്ക് പോവേണ്ടി വരും. മോന്റെ സ്വഭാവം അമ്മയ്ക്ക് അറിയാത്തൊന്നല്ലല്ലോ. ചില സമയങ്ങളിൽ ഒരുതരം വാശിയാണ് ചെക്കന്, പ്രത്യേകിച്ച് ഇങ്ങനെ കലിതുള്ളി ഉറഞ്ഞു നിൽക്കുന്ന സമയത്ത്. ചാന്ദിനി സാരി ഒതുക്കി പിടിച്ച് അവരുടെ പിന്നിലേക്ക് കയറിയിരുന്നു. കൂട്ടത്തിൽ മസിൽ പിടിച്ചിരിക്കുന്നവരുടെ ഇടുപ്പിലൊരു നുള്ളും കൊടുത്തു. അമ്മേ! വേദനയിൽ അവന്റെ ഒച്ച വീരുമ്പോൾ നീ പോടാ എന്നൊരു പറച്ചിലോടെ മുഖം വെട്ടിച്ചിരുന്നു ചാന്ദിനി. പാർത്തിയുടെ ചുണ്ടിലും വെറുതെ ഒരു ചിരി മിന്നിമാഞ്ഞു പോയി. ബൈക്ക് എടുത്തവൻ മുന്നോട്ട് കുതിക്കുമ്പോൾ പെട്ടെന്ന് പിന്നോട്ട് ആഞ്ഞുപോയ ചാന്ദിനി അവന്റെ തോളിൽ കയറി പിടിച്ചു വലിച്ചു പോയി. മനുഷ്യനെ കൊല്ലുകയും കുരുത്തം കിട്ടവൻ.
കയ്യിലെ ബാഗ് മുറുക്കെ പിടിച്ച് സിമന്റ് കട്ട വിരിച്ച പഴയതിനേക്കാളും വീതിയുള്ള ആ പോക്കറ്റ് റോഡിലൂടെ തന്റെ വീട്ടിലേക്കുള്ള യാത്രയിലാണ് തിങ്കൾ. തല ഉയർത്തിപ്പിടിച്ചുള്ള ആരെയും കൂസാതെയുള്ള അവിടെ ആ പോക്ക് കണ്ട് ആ വഴി കടന്നു പോകുന്ന പലരുടെയും നോട്ടം അവളിലേക്ക് എത്തിയിട്ടുണ്ട്. കവല കടന്നു പോകുമ്പോൾ അവൾ തിരിച്ചറിഞ്ഞവർ പരസ്പരം എന്തൊക്കെയോ അടക്കി പറയുന്ന തിങ്കളും കാണാതെയില്ല. പക്ഷെ അതൊന്നും അവളെ ബാധിക്കുന്ന വിഷയമില്ലാത്തതുകൊണ്ട് അതിലേക്കൊന്നും അവളുടെ ശ്രദ്ധ കൊടുത്തില്ല. അതിനപ്പുറം അവൾ ഈ നാടിന്റെ ഇപ്പോഴത്തെ രൂപമാറ്റങ്ങൾ മനസ്സിൽ പതിപ്പിച്ചുകൊണ്ടാണ് നടക്കുന്നത്. 7 വർഷങ്ങൾക്ക് മുന്നേ താൻ നടന്ന വഴികളിൽ നിന്ന് അത്രയും വിദൂരതയിലാണ് ഈ ചെറുവത്തേരി. പഴയ ഓട് വീടുകളെല്ലാം മാറിയപ്പോൾ കോൺക്രീറ്റ് വീടുകളായിരിക്കുന്നു. ഒഴിഞ്ഞുകിടന്ന പറമ്പുകളിൽ പുതിയ ചില വീടുകൾ, അതിരുകളിൽ വേലിക്കെട്ടുകളെല്ലാം മാറി മതിലുകൾ വന്നിരിക്കുന്നു. 7 വർഷം അത്രയധികം പുറകിലെ കാലമൊന്നുമല്ലെങ്കിലും വികസനമൊട്ടും ഉണ്ടാവാതിരുന്ന ചെറുവത്തേരി എന്ന ഗ്രാമത്തിലെ മാറ്റങ്ങൾ തിങ്കളിനെ അതിശയിപ്പിച്ചിട്ടുണ്ട്. അവൾക്ക് ഒരുപാട് പരിചിതമായ വഴികളിലെല്ലാം അപരിചിതത്വം വന്ന് നിറയും പോലെ. അടുത്തൊരു വളവ് തിരിഞ്ഞു കഴിഞ്ഞാൽ തന്റെ വീടാണ്. ഇടറി തുടങ്ങുന്നുണ്ട് അവളുടെ കാലടികൾ. പക്ഷെ അതധികം മുന്നോട്ട് പോയില്ല. മനസ്സിന്റെ കരുത്ത് തിരിച്ചു പിടിച്ച് ഉറച്ച കാൽവെപ്പുകളോടെ അവൾ സ്വന്തം വീട്ടിലേക്ക് നടന്നു. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.